വിയറ്റ്നാമിൻ്റെ 4ാമത്തെ ദിവസമായിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ദനാങ്ങിലാണ്. നമ്മളിപ്പോൾ ഉള്ള ഹോട്ടൽ നമ്മൾ വെക്കേറ്റ് ചെയ്ത് നേരെ നമ്മുടെ വിയറ്റ്നാമിലുള്ള ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് പോവുക, ബാന ഹിൽസ്. ഓക്കെ, നമ്മൾ വിയറ്റ്നാമിൽ നിന്ന് 2 കൈ താങ്ങി പിടിച്ചിട്ടുള്ള ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കാണാനായിട്ടാണ് ഇന്ന് പോണത്. ആൻഡ് ഇന്ന് ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. എൻ്റെ ഈ വലിയ ചെറുക്കൻ്റെ പിറന്നാളാണ് ഇന്ന്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ബർത്ത്ഡേയും കൂടി ആഘോഷിക്കണം നമുക്ക് അവിടെ ചെന്നിട്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഇപ്പോൾ ഊബറൊക്കെ വിളിച്ചു. നമ്മളിപ്പോൾ ചെക്കൗട്ടൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ പോവാണ്. ബാന ഹിൽസിലേക്കുള്ള ഒരാളുടെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് 5000 ഇന്ത്യൻ രൂപയാണ്. ഇതിൽ അങ്ങോട്ടേക്ക് എത്താനുള്ള കേബിൾ കാറ് ഇൻക്ലൂഡഡ് ആണ്. പ്ലസ് അവിടെ എത്തിയിട്ടുള്ള കുറച്ച് റൈഡ്സൊക്കെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അവിടെ പ്രത്യേകമായി ഉണ്ടാക്കുന്ന ഒരു സൺക്രാഫ്റ്റ് ബീർ ഉണ്ട്. അത് ഒരാൾക്ക് 500 ml വെച്ച് ഇൻക്ലൂഡഡ് ആയിട്ട് കിട്ടും. ബാന ഹിൽസ് എന്ന് പറയുന്നത് 1500 മീറ്റർ, അതായത് 1.5 കിലോമീറ്റർ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിലാണ് ഇത് നിൽക്കുന്നത്. അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കേബിൾ കാർ വഴിയാണ് പോകാൻ പറ്റുള്ളൂ. അത് ഒരു 6-6.5 കിലോമീറ്റർ എടുക്കും നമ്മൾ താഴത്തു നിന്ന് ആ ഹില്ലിലേക്ക് കേബിൾ കാർ വഴി കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പണ്ട് ഇതായിരുന്നു ഏറ്റവും നീളം കൂടിയ കേബിൾ കാർ. പക്ഷേ ഇപ്പം ഇതൊന്നല്ല. ഇപ്പം പല സ്ഥലങ്ങളിൽ കുറേ അധികം കേബിൾ കാർ വന്ന കാരണം കൊണ്ട് ഇതിപ്പോൾ ഏറ്റവും വലിയ കേബിൾ കാർ എന്നുള്ള പദവിയൊക്കെ പോയി. പക്ഷെ എന്നാലും ഒരു 17-20 മിനിറ്റ് എടുക്കും ഈ 6.5 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്ത് ബാന ഹിൽസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഒരു 6-6.5 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്യണ കാരണം കൊണ്ട് തന്നെ നമ്മൾ പല വെതറിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചില സ്ഥലത്ത് നല്ല സണ്ണിയാണ്, നമുക്ക് തെളിഞ്ഞ് എല്ലാതും കാണാൻ പറ്റും. ചിലത് നമ്മൾ ക്ലൗഡിയാണ്, നമ്മൾ ക്ലൗഡ്സിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകും, നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ ആദ്യം അവിടെ കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് കാണുന്ന ബിൽഡിങ്സ് എന്ന് പറയുന്നത് അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. പുതിയതായിട്ട് കുറേ എന്തൊക്കെയോ അവർ വികസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടുത്തെ ഉള്ള ഒരു ടെർമിനലിലെത്തും. അവിടെ നിന്ന് പിന്നെ നടന്നിട്ടാണ് നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്നത്. അയാൾ പോകുന്നുണ്ട്. ടെർമിനലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഇവർ എന്തിനാണ് ഇതിനെ ഫ്രഞ്ച് വില്ലേജ് എന്ന് പേരിട്ടതെന്ന് മനസ്സിലായത്. നമ്മൾ വായ തുറന്ന് നിന്ന് പോകുന്ന തരത്തിലാണ് ഇവർ ഫ്രഞ്ച് അല്ലെങ്കിൽ ഫ്രാൻസ് എന്നുള്ള രീതിക്ക് ഇവർ ഒരുക്കി വെച്ച് നോക്കുന്നത്. ഇപ്പോൾ ഫ്രാൻസ് എങ്ങനെ ഇരിക്കും എന്നുള്ളത് എൻ്റെ മൈൻഡിൽ ഒരു ഇമേജ് സെറ്റായിട്ടുണ്ട്. നമ്മൾ ഫ്രാൻസിൽ പോയിട്ടില്ല, എന്നാലും ഇനിയിപ്പോൾ നാളെ എങ്ങാനും പോവുകയാണെങ്കിൽ ഫ്രാൻസ് ഇത്ര നന്നായി ഇരുന്നില്ലെങ്കിൽ ഫ്രാൻസിനെ ഞാൻ കുറ്റം പറയുള്ളൂ. തിരിച്ച് ഞാൻ വിയറ്റ്നാമിലേക്ക് തന്നെ തിരിച്ചു വരും. എൻ്റെ ബർത്ത്ഡേ ആയിട്ടുള്ള പ്ലാനാണിത്. താങ്ക് യു നിമിഷ, ഓർഗനൈസിംഗ് എവരിതിങ് ഫോർ മീ. സീരിയസ്ലി? അപ്പോൾ ഹോട്ടലിൽ നമ്മളുടെ ഡീറ്റെയിൽസൊക്കെ അവർ വാങ്ങി. പക്ഷേ റൂമിലേക്ക് നമ്മൾക്ക് എൻട്രി കിട്ടുന്നത് 2 മണിക്കാണ്. കാരണം 2 മണിക്കാണ് ഇവരുടെ ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ തന്നെ കുറേ അധികം കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാതും കണ്ട് പറ്റാവുന്ന സാധനങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ച് ഇവിടെ വന്ന് റൂമിലേക്ക് എൻ്റർ ചെയ്യാനുള്ള പ്ലാനിലാണ്. നോർമൽ വിസിറ്റേഴ്സ് ആണെങ്കിൽ ഇവർ രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയാണ് ബാന ഹിൽസ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. പക്ഷേ നമ്മൾ ഹോട്ടൽ മെർക്യൂറിൽ നമ്മൾ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അവർ നമുക്ക് ഗോൾഡൻ ബ്രിഡ്ജിലേക്ക് ഏർലി ആക്സസ് ഉണ്ട്. പിന്നെ നൈറ്റ് ആണെങ്കിൽ ഈ ഫ്രഞ്ച് വില്ലേജ് മൊത്തം നല്ല രീതിയിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അധികം ആൾക്കാരൊന്നും ഇല്ലാണ്ട് കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റും. നമ്മൾ ആദ്യം ടിക്കറ്റ് എടുത്തപ്പോൾ ആ ടിക്കറ്റിലുള്ള മറ്റൊരു ഇൻക്ലൂഷനാണ് പെർ പേഴ്സൺ 500 ml ബീർ എന്ന് പറയുന്നത്.
അത് ഇവിടുത്തെ സൺക്രാഫ്റ്റ് ബീറാണ്. അത് ബാന ഹിൽസിൻ്റെ സിഗ്നേച്ചർ ബീറാണ്. എൻ്റെ അവിടുത്തെ തന്നെ ബ്രൂവറിയിൽ ഉണ്ടാക്കുന്ന ബീറാണ്. അത് കഴിക്കാനാണ് ഇപ്പം നമ്മൾ പോകുന്നത്. ബ്രൂവറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറച്ച് റൈഡ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യാൻ പോകലാണ് അടുത്ത പ്ലാൻ. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ആദ്യം ഉണ്ടല്ലോ, ആദ്യം ഒരു കൈ മാത്രം പിടിച്ച് ഗോപ്രോ മറ്റേ കൈ കൊണ്ട് പിടിച്ച് എടുക്കാന്നൊക്കെ കരുതി എടുത്തു. എനിക്ക് മനസ്സിലായി, ആ ഏറ്റവും പീക്ക് എത്തിയപ്പോ എനിക്ക് മനസ്സിലായി ശരിയല്ല. എല്ലാരും ഇടിക്കണം കേട്ടോ, എല്ലാരും അടിച്ച് ചമ്മന്തിയാക്കണം. എങ്ങനെ നടന്നു ാരല്ലേ? അടുത്തതായിട്ട് ഞങ്ങൾ പോയതാണ് ആൽപൈൻ കോസ്റ്റർ. അത് ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് അല്ല. 1,00,000 വിയറ്റ്നാമീസ് ഡോങ് ആണ് ഇതിനുള്ള ചാർജ്. Ciao. Panahil. Okay, let's go. Thank you. Thank you. ആൽപൈൻ കോസ്റ്റർ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ഇതിങ്ങനെ പോകുന്നത്. അത് നല്ലൊരു അനുഭവമായിരുന്നു. റൈഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ പിന്നെ നന്നാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കോർട്ടുള്ള ഏരിയയിലേക്ക് നടക്കാനായിട്ട് പോകും. ആക്ച്വലി ഇത് നല്ല വെതറാണ്. നല്ല വെതറാണ്. ഒരു ഐസ്ക്രീം വാങ്ങി, ഗോൾഡൻ ബ്രിഡ്ജിന്റെ ഷേപ്പുള്ള ഒരു ഐസ്ക്രീം. അത് ജാക്ക് ഫ്രൂട്ട് ഫ്ലേവർ ആണ്. ബർത്ത്ഡേ പോയി ആഘോഷിക്കുക. അങ്ങനെ സമയം 2 മണി. നമ്മുടെ ചെക്ക് ഇൻ ടൈമായി. അങ്ങനെ നമ്മൾ പതുക്കെ ബാഗൊക്കെ എടുത്ത് നമ്മുടെ റൂമിലേക്ക് പോവാണ്. അരു അറിയാണ്ട് ഓൾറെഡി ഞാൻ ഇവർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അരുവിൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ചെറിയ രീതിയിലൊക്കെ റൂം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ പീസ് കേക്കും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഹായ്, ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ച് ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് നമ്മളവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഈവനിങ് വ്യൂവിന് നമ്മൾ പോവാണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റാ.